Hello everyone, welcome to Srinarayana Guru Open University MCOM second semester classes. ഇന്ന് നമ്മൾ MCOMലെ ബിസിനസ് ആൻഡ് സൈബർ ലോസ് എന്ന പേപ്പറിൽ തേർഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ബ്ലോക്കിൽ 2 യൂണിറ്റ്സിൽ പറയാനുള്ളത്. സൈബർ സെക്യൂരിറ്റി, ഇന്റർനെറ്റ്, അതിലെ ചലഞ്ചസ്, ഫ്രോഡ്സ്, ത്രെഡ്സ്, വൈറസസ്, കാര്യങ്ങൾ, അത്തരം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എനിവേ, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സൈബർ സ്പേസിൽ സെക്യൂരിറ്റി എന്നുള്ളതാണ്. അതായത് സൈബർ ത്രെഡ്സും അറ്റാക്സും ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കാലത്ത് ദിനം പ്രതി കൂടി വരുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസും ആവശ്യകതയും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അല്ലേ? സോ ഇവിടെ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസും സ്മോൾ സ്കെയിൽ ബിസിനസ്സും ലാർജ് ഓർഗനൈസേഷൻസും എല്ലാം സൈബർ സെക്യൂരിറ്റിയിൽ ഇമ്പാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ പറയുന്നു സൈബർ സെക്യൂരിറ്റി ഈസ് primarily about people, processes and technologies working together to encompass the full range of threat reduction, vulnerability reduction, deterrences, international engagement, incident responses എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സൈബർ സ്പേസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയും ബിസിനസ്സിനെയും മറ്റു ഓർഗനൈസേഷനും ഗവൺമെന്റ്സും എല്ലാവരെയും ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലാണ് സൈബർ സെക്യൂരിറ്റി പറയുന്നത്. ഇനി ഇവിടെ ബെനിഫിറ്റ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി നോക്കുമ്പോൾ ബിസിനസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് സൈബർ അറ്റാക്സ് ആൻഡ് ഡാറ്റ ബ്രീച്ചസ് ആണ് ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ പ്രൊട്ടക്ഷൻ ഫോർ ഡാറ്റ നെറ്റ്വർക്ക്സ്, പ്രിവെൻഷൻ ഓഫ് അൺഓതറൈസ്ഡ് യൂസർ ആക്സസ്. നമുക്ക് സൈബർ സ്പേസിൽ സെക്യൂരിറ്റി കിട്ടുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ് കിട്ടുമോ അത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ റെഗുലേറ്ററി കംപ്ലയൻസസ്, ബിസിനസ് കണ്ടിന്യൂറ്റി, പ്രൊട്ടക്ഷൻ ഫോർ എൻഡ് യൂസർ ആൻഡ് എൻഡ് പോയിന്റ് ഡിവൈസസ്, ഇംപ്രൂവ്ഡ് കോൺഫിഡൻസ് ഇൻ ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ ആൻഡ് ട്രസ്റ്റ് ഫോർ ഡെവലപ്പേഴ്സ്, പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതായത് നമ്മളൊരു സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് ആണെങ്കിലും നമ്മളൊരു ഇൻഡിവിജ്വൽസ് ആണെങ്കിലും നമ്മളിലുള്ള ട്രസ്റ്റും ലോയൽറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന റെപ്യൂട്ടേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അതിൽ മാൽവെയർ ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഫിഷിംഗ്, സ്പിയർ ഫിഷിംഗ്, ഇൻസൈഡർ ത്രെഡ്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസസ്, അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെഡ്സ്, മാൻ ഇൻ ദ മിഡിൽ ആൻഡ് അതർ കോമൺ മറ്റ് അറ്റാക്സും പറയുന്നുണ്ട്. സോ ഓരോന്ന് നോക്കാം. മാൽവെയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ഇൻ വിച്ച് എനി ഫയൽ ഓർ പ്രോഗ്രാം ക്യാൻ ബി യൂസ്ഡ് ടു ഹാം എ കമ്പ്യൂട്ടർ യൂസർ. ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെയാണ് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വോംസ് ആവാം, വൈറസസ് ആവാം, ട്രോജൻസ് ആവാം, സ്പൈവെയർ ആവാം, ഇതെന്തും മാൽവെയറിൽ പെടുന്നതാണ്. ഇനി റാൻസം വെയർ എന്ന് പറയുന്നത് മാൽവെയറിന്റെ തന്നെ മറ്റൊരു ടൈപ്പാണ്. And ഇവിടെ an attacker locking the victim's computer system files typically through encryption and demanding payment to decrypt and unlock them. ഇത് നമ്മുടെ ഒരു സിസ്റ്റം വന്നിട്ട് അവർ എൻക്രിപ്ഷൻ ത്രൂ ലോക്ക് ചെയ്യും. ദെൻ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു ഡിമാൻഡ് ചെയ്യും, അത് പൈസയായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മൾ ഡിമാൻഡ് ചെയ്താൽ അത് ചെയ്തു കൊടുത്താൽ മാത്രം ഇത് ഡിക്രിപ്റ്റ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതാണ് റാൻസം വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ അറ്റാക്ക് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നതിന് പകരം അറ്റാക്കേഴ്സ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടു ഗിവിങ് എവേ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, ആക്സസ്, പെർമിഷൻസ്. അത് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഹാക്കിംഗ് ദ ഹ്യൂമൻ നോട്ട് ദ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. എക്സ്പ്ലോയിറ്റ് ഹ്യൂമൻ സൈക്കോളജി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മളെ വശീകരിച്ചുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് നമ്മളെ കൊണ്ട് തന്നെ കാര്യങ്ങൾ എടുപ്പിക്കുന്ന രീതിയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. പെട്ടെന്ന് നമുക്കൊരു കോളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ വിന്നർ ആയിട്ടുണ്ട്, പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വരും എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ പാൻ കാർഡ് ഇൻഫർമേഷനും കാർഡ് ഇൻഫർമേഷനും ഒക്കെ തരാൻ പറയും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് തന്നെ കാര്യങ്ങൾ എടുപ്പിക്കുന്നതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു ത്രെറ്റ് പറയുന്നത് ഫിഷിംഗ് ആണ്. ഇറ്റ്സ് എ ഫോം ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്.
ആൻഡ് വേറെ ഫ്രോഡ്ലൈൻ ഇമെയിൽസ് ഓർ ടെക്സ്റ്റ് മെസ്സേജസ് ആണ്. അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളുടേതാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇമെയിലും മെസ്സേജസ് ഒക്കെ അയച്ചിട്ട് അതുവഴി എന്താണ് നമ്മൾ ഡിഫ്രോഡ് ചെയ്യുന്നതും നമ്മളെ എന്താണ് സെൻസിറ്റീവ് ഡാറ്റ ഒക്കെ സ്റ്റീൽ ചെയ്യുന്നതാണ് ഫിഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഫിഷിങ്ങിന്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ആൻഡ് ഹാസ് ആൻ ഇന്റൻഡഡ് ടാർഗറ്റ് യൂസർ. ഒരു ടാർഗറ്റ് യൂസർ ഉണ്ട് ഓർഗനൈസേഷനോ ബിസിനസ്സൊക്കെ ഒരു ടാർഗറ്റ് യൂസർ, ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് സ്പിയർ ഫിഷിംഗ്. ഇനി ഇൻസൈഡർ ത്രെഡ്സ് ഉണ്ട്. These are security breaches or losses caused by humans. അത് മനുഷ്യന്മാരെ കൊണ്ട് തന്നെയുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എംപ്ലോയീസ്, കോൺട്രാക്ടേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ തന്നെ വിശ്വസ്തരായി നിൽക്കുന്ന ഇത്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സെക്യൂരിറ്റി ബ്രീച്ചസ് ആണ്. ഇറ്റ് ക്യാൻ ബി മലീഷ്യസ് ഓർ നെഗ്ലിജന്റ് ഇൻ നേച്ചർ എന്ന് പറയുന്നു. ദെൻ മറ്റൊരു ത്രെറ്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസസ് ആണ്, DDoS എന്നുള്ളത്. ദോസ് ഇൻ വിച്ച് മൾട്ടിപ്പിൾ സിസ്റ്റം ഡിസ്റ്റർബ് ദ ട്രാഫിക് ഓഫ് എ ടാർഗറ്റഡ് സിസ്റ്റം. അതായത് ആവശ്യത്തിലേറെ റിക്വസ്റ്റുകൾ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ട് അതിനെ ക്രാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ എന്താണ് സിസ്റ്റം സ്ലോ ആക്കി കഴിയും. ഒരുപാട് റിക്വസ്റ്റസ് വരുമ്പോൾ ഹാങ് ആവില്ല. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിനെ കുറച്ചു നേരം അതിനെ ഹാങ് ആക്കി വെച്ചിട്ട് അത് നല്ല രീതിയിൽ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അതിന്റെ യൂസേഴ്സ് ഉണ്ടല്ലോ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു വെബ്സൈറ്റിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ട്രാഫിക് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പരിപാടിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ് ഡിനൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെറ്റ്സ്, APTs പറയുന്നുണ്ട്. APT എന്ന് പറയുമ്പോൾ ലോങ് ടേം സൈബർ അറ്റാക്ക് ആണ്. ഹിയർ അറ്റാക്കേഴ്സ് ഗെയിൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ നെറ്റ്വർക്ക് ആൻഡ് സ്റ്റേസ് ഹിഡൻ ഫോർ ആൻ എക്സ്റ്റൻഡഡ് പീരിയഡ് ടു സ്റ്റീൽ സെൻസിറ്റീവ് ഡാറ്റ വിത്തൗട്ട് ബീയിങ് ഡിറ്റക്റ്റഡ്. അതായത് നല്ല തന്ത്രത്തിലെങ്ങാനും നമ്മളെ സിസ്റ്റത്തിലേക്കൊക്കെ കയറി കൂടിയിട്ട് ഒരുപാട് കാലം അവിടെ നമ്മുടെ ഡാറ്റയൊക്കെ സ്റ്റീൽ ചെയ്ത് നമ്മളെ പിടിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതിനെയാണ് അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഉണ്ട്. ഈവ്സ്ട്രോപ്പിംഗ്, ലൈക്ക് നമ്മളിങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്ന പോലെ. ദാറ്റ് ഇൻവോൾവ് ആൻ അറ്റാക്കർ ഇന്റർസെപ്റ്റിംഗ് ആൻഡ് റിലേയിങ് മെസ്സേജസ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഹു ബിലീവ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടയിൽ മാൻ ഇൻ ദ മിഡിലായിട്ട് ഇവർ രണ്ടുപേരും അറിയാതെ അതങ്ങനെ ചോർത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ അത് ചോർത്തി എടുക്കുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. മറ്റ് കോമൺ അറ്റാക്സ് പറയുന്നുണ്ട്. ഇൻക്ലൂഡ്സ് ബോട്ട്നെറ്റ്സ്, ഡ്രൈവ് ബൈ ഡൗൺലോഡ് അറ്റാക്ക്, എക്സ്പ്ലോയിറ്റ് കിറ്റ്സ്, അതുപോലെ തന്നെ എന്താണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്സും SQL ഇഞ്ചക്ഷൻ അറ്റാക്സ് ഒക്കെ ആയിട്ട് വേറെയും കുറേ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മൾ കാര്യമായിട്ടും പറഞ്ഞത് മാൽവെയർ, റാൻസംവെയർ, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഫിഷിംഗ്, സ്പിയർ ഫിഷിംഗ്, ഇൻസൈഡർ ത്രെറ്റ്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസസ്, അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെറ്റ്സും മാൻ ഇൻ ദ മിഡിലുമാണ് കാര്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇപ്പോൾ ത്രെറ്റ്സ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പറയാനുള്ളത് ഓട്ടോമേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി ആണ്. സോ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഓട്ടോമേഷൻ സാധ്യമാക്കുക. ഇറ്റ് ഹെൽപ്സ് മാനേജ് ദ സ്കെയിൽ ആൻഡ് സോഫിസ്റ്റിക്കേഷൻ ഓഫ് ദ ത്രെറ്റ്സ്. അതുപോലെ തന്നെ ത്രെറ്റ് ഡിറ്റക്ഷനും ത്രെറ്റ് റെസ്പോൺസും ഹ്യൂമൻ ഓഗ്മെൻറ്റേഷൻ. ത്രെറ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ത്രെറ്റ്സ് നമുക്ക് വരാൻ സാധ്യതയുള്ള ത്രെറ്റ്സ് ഇപ്പോൾ ഉള്ള ത്രെറ്റ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. ത്രെറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനാക്ട് പ്രൊട്ടക്ഷൻ. ഇങ്ങനൊരു ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് മുമ്പ് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻ ഓഗ്മെൻറ്റേഷൻ ഉണ്ട്. റെഡ്യൂസ് അലേർട്ട് ഫാറ്റിഗ്യൂ ബൈ ട്രേയിങ് ലോ റിസ്ക് അലാംസ് ആൻഡ് ഓട്ടോമേറ്റിംഗ് റിപ്പിറ്റേറ്റീവ് ടാസ്കിനൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് ഹ്യൂമൻ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അഡീഷണൽ ബെനഫിറ്റ് ഇൻക്ലൂഡ് മാൽവെയർ ആൻഡ് അറ്റാക്ക് ക്ലാസിഫിക്കേഷൻ, ട്രാഫിക് ആൻഡ് കംപ്ലൈൻസ് അനാലിസിസ് ആൻഡ് മോർ ഒക്കെയാണ് പറയുന്നത്. സോ ഇത്രയുമാണ് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കോമ്പണൻസും ത്രെറ്റ്സ് ഒക്കെ പറയുന്നത്. ഇനി ഒരു ടേം സൈബർ സ്പേസ് ആണ്. സൈബർ
സ്പേസ് എന്താണ് എല്ലാ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ഒരു എൻവയോൺമെൻറ്റിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി പ്ലേസ്ഡ് ഫിസിക്കലി ആസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ എലമെൻറ്റ്സ് ലൈക്ക് സൈബർ സ്പേസിൽ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് കാണാനോ തൊടാനോ അറിയാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത വെബ്സൈറ്റ്സും ഫോറംസും സോഷ്യൽ നെറ്റ്വർക്ക്സും പേഴ്സണൽ ഡാറ്റയും ഇമെയിൽസ് ഒക്കെ അല്ലേ ഇവർ. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തിന് സ്പേസിന് എൻവയോൺമെൻറ്റിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ ഫ്രോഡ്സ് എന്താണെന്ന് പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു ക്രിമിനൽ ആക്ടിവിറ്റീസ് കമ്മിറ്റഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. അത് കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ സൈബർ സ്പേസ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് നടക്കുന്ന എന്താണ് ക്രൈംസിനെയാണ് സൈബർ ക്രൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ IPC 8060 ആണ് ആൻഡ് ലേറ്റർ അമാൻഡ്മെൻറ്റ്സ് ആണ് സൈബർ ക്രൈമിനെ എന്താണ് ഇൻ ഇന്ത്യ. ദ IPC ആൻഡ് ലേറ്റർ അമാൻഡ്മെൻറ്റ്സ് ഡു നോട്ട് ഡിഫൈൻ സൈബർ ക്രൈം. സോ ഈ ഒരു IPCയിലൊന്നും സൈബർ ക്രൈമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ സൈബർ ക്രൈം ഡിഫൈൻ ചെയ്തിട്ടുള്ള ആക്ടും ലോസ് ഒക്കെ പിന്നീടാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. സോ anyway, cybercrime includes any unlawful act where the computer is the target, tool or evidence. കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിനെ ടാർജറ്റ് ആയിട്ടോ ടൂളായിട്ടോ എവിഡൻസ് ആയിട്ടോ നടക്കുന്ന ക്രൈം, അത് ടൂൾ തന്നെ ആവണമെന്നില്ല, ടാർജറ്റോ എവിഡൻസോ ആവാം. എവിഡൻസ് ആയിട്ടൊരു ക്രൈം ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെയാണ് ഒരു എവിഡൻസ് എന്നുള്ളൊരു ക്രൈം കേസ് വരികയാണെങ്കിൽ അതും സൈബർ ക്രൈമിനകത്ത് വരുമെന്നാണ് പറയുന്നത്. Okay, Pavan Turkle defined cybercrime as all activities in cyberspace carried out with a criminal intent. നമുക്കൊരു ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടി സൈബർ സ്പേസിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് ക്രിമിനൽ ഇൻറ്റൻ്റ് ഉള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് എന്താണ് ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെയാണ് സൈബർ ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈബർ ക്രൈമിന് എന്താണ് ടൈപ്സ് പറയുന്നത്. ടൈപ്സ് ഓഫ് സൈബർ ക്രൈമിൽ ക്രൈം എഗെയിൻസ്റ്റ് പേഴ്സൺ ഉണ്ട്, ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ് ആൻഡ് ക്രൈം എഗെയിൻസ്റ്റ് സൊസൈറ്റി എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പേഴ്സൺ എന്നുള്ളതാണ്. ഇതിൽ വരുന്നത് ഹരാസ്മെൻറ്റ് ബൈ ഇമെയിൽസ് ആൻഡ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഒരാളെ ഹരാസ് ചെയ്യുന്നതും, സൈബർ സ്റ്റാക്കിംഗ് ഉണ്ട്, നമ്മൾ ഒരാളെങ്ങനെ അയാളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അയാളെ സ്റ്റാക്ക് ചെയ്യുക, നമ്മൾ പിന്തുടരുന്നതിനെയാണ് പറയുന്നത്. പെർസിസ്റ്റന്റ് ഓൺലൈൻ ഹരാസ്മെന്റ് യൂസിങ് ഫേക്ക് പ്രൊഫൈൽസും വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ ത്രെറ്റനിങ് സ്പാം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാക്ക് ചെയ്യുന്നത്. പിന്നെ സൈബർ ഡിഫമേഷൻ ഉണ്ട്, അത് നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നത് ഒരാളെ. പബ്ലിഷിംഗ് ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ്സ് ഓൺലൈൻ ടു ഡാമേജ് സമ്മൺസ് റെപ്യൂട്ടേഷൻ, ഒരാളെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയാളെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ്, അപവാദം പറയുന്നതൊക്കെയാണ് സൈബർ ഡിഫമേഷൻ. ദെൻ ഹാക്കിംഗ് ആൻഡ് ട്രാക്കിംഗ് ഉണ്ട്, ഇമെയിൽ സ്പൂഫിംഗ് ഉണ്ട്, എന്താണ് ഇംപേഴ്സണേറ്റിംഗ് സമ്മൺസ് ഐഡന്റിറ്റി ഓൺലൈൻ, മറ്റൊരാളുടെ ഐഡന്റിറ്റി സ്പൂഫ് ചെയ്യുന്നതാണ്. ദെൻ കാർഡിംഗ് എന്ന് പറയുന്നത് യൂസിങ് ഫേക്ക് ഓർ സ്റ്റോളൻ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് ഫോർ മോണിറ്ററി ഗെയിൻ, അതായത് ഒരാളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റീൽ ചെയ്തിട്ട് മോഷ്ടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് മോണിറ്ററി ഗെയിൻ ഉണ്ടാക്കുന്നതിനാണ് കാർഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ചൈൽഡ് പോർണോഗ്രഫി ഉണ്ട്, ക്രിയേറ്റിംഗ് അസസിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടിംഗ് കണ്ടന്റ് എക്സ്പ്ലോയിറ്റിംഗ് മൈനേഴ്സ്, അത് ചിൽഡ്രനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ഷെയർ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ ഫിഷിംഗ് ഉണ്ട്, ഓൺലൈൻ ഗാംബ്ലിംഗ് പറയുന്നുണ്ട്, ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുമ്പോൾ altering raw data before and after processing, അതാണ് ഡാറ്റ ഡിഡ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സലാമി അറ്റാക്സ് ഉണ്ട്, സലാമി എന്ന് പറയുമ്പോൾ സ്മോൾ unnoticed deduction from many accounts that add up to large sums. സലാമി അറ്റാക്ക് ശരിക്കും നല്ലൊരു ട്രിക്കാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ എടുത്തിട്ട് അവരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്ന് ചെറിയൊരു നോമിനൽ എമൗണ്ട് ഇവരങ്ങ് എന്താണ് മോഷ്ടിക്കും. അതായത് ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ₹1 ഡെബിറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല, അതെന്തെങ്കിലും ബാങ്ക് സർവീസസ് പേർപ്പസിനൊക്കെ ആയിട്ട് എടുക്കുക. മേ ബി ഒരു ₹100 വരെ ആയാൽ പോലും നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. സോ ഇത്തരത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അക്കൗണ്ട്സിൽ ഇങ്ങനെ സ്മോൾ എമൗണ്ട്സ് എടുത്തുകൊണ്ട് അത്തരത്തിലൊരു ലാർജ് ഗെയിൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ ഡിനൈൽ ഓഫ് സർവീസും ലോജിക്കൽ ബോംബ്സ്, ട്രോജൻ ഹോഴ്സസ്, ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് ഉണ്ട്. നമ്മൾ വൈഫൈ ഒരാൾ പേ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇന്റർനെറ്റ് ടൈം ഉണ്ടല്ലോ, അതിന് നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ മോഷ്ടിച്ച് ഉപയോഗിക്കും. നമ്മൾ വൈഫൈ പോലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നതൊക്കെ ഇന്റർനെറ്റ് ടൈം തെഫ്റ്റിൽ പറയും. ദെൻ വെബ് ജാക്കിങ്, അതായത് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതിന് പോലെയാണ് ഇതിനെ പറയുന്നത്.
വെബ് ജാക്കിംഗ് പറയുമ്പോൾ ഹൈജാക്കിംഗ് എ വെബ്സൈറ്റ് എന്നാണ്. പ്രഷർ എന്താണ് ഇവിടെ വെബ് ജാക്കിംഗ് പറയുന്നത് ടേക്കിംഗ് കൺട്രോൾ ഓഫ് എ വെബ്സൈറ്റ് ബൈ ക്രാക്കിംഗ് ഇറ്റ്സ് പാസ്വേഡ് ആൻഡ് ഡിമാൻഡിങ് റാൻസം. അതായത് എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാല്യബിൾ തിങ്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് അതിനാണ് റാൻസം എന്ന് പറയുന്നത്. ഡിമാൻഡിങ് റാൻസം എന്നുള്ള വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് അതിന്റെ പാസ്വേഡൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ചോദിക്കുന്നതിനെയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഒരു പേഴ്സൺ അഗെയിൻസ്റ്റ് ഉള്ള സൈബർ ക്രൈംസ് ഇത്രയുമാണ്. ഇനി പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് വരുന്ന സൈബർ ക്രൈംസിൽ വരുന്നത് ഫസ്റ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈംസ് ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈംസ് എന്ന് പറയുന്നത് നമ്മളെ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് പോലെയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിനെ എന്താണ് അതിൽ ഇൻഫ്രിഞ്ച്മെന്റ്സ്, സോഫ്റ്റ്വെയർ പിറസി, പേറ്റന്റ്സ്, ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ്, സർവീസ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ്സ് ആൻഡ് ഡിസൈൻസ്, കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് തെഫ്റ്റ് ഒക്കെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സൈബർ സ്ക്വാട്ടിംഗ് ആണ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് മറ്റൊന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുമ്പോൾ when someone register അല്ലെങ്കിൽ യൂസ് അല്ലെങ്കിൽ സെൽ എ ഡൊമൈൻ നെയിം, പക്ഷെ അതൊരു വെൽ നോൺ ബ്രാൻഡ് ആയിട്ടോ അതിന്റെ ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ മറ്റു വെൽ നോൺ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആളൊക്കെ ആയിട്ട് ഐഡന്റിക്കൽ ആയിട്ട് നമ്മൾ എന്താണ് ഒരു പേജ് ഉണ്ടാക്കുക. സിംപ്ലി നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ google.com എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരാള് google.comനെ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഒരു 2 O ഉണ്ടല്ലോ അത് 0 ആക്കിയിട്ട് പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ അത് ഗൂഗിൾ തന്നെയാണ് വായിക്കുക. ഓക്ക് പകരം 0 ഒക്കെ വെച്ചിട്ട് അത്തരത്തിൽ മറ്റൊരാളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു വെബ്സൈറ്റിനെ കോപ്പി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു ആളെ പോലും കോപ്പി ചെയ്തിട്ട് നമുക്ക് എത്രയും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരാളുടെ പേരിലൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ഇതിൽ പെടും. അതുവഴി അവരുടെ ഗുഡ് വില്ലും റെപ്യൂട്ടേഷനൊക്കെ സ്റ്റീൽ ചെയ്തിട്ട് അതുവഴി ഏർണിങ്സ് ഉണ്ടാക്കി. ഏത് തരത്തിലാവട്ടെ അത്തരത്തിലുള്ള സൈബർ ക്രൈംസിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സൈബർ വാൻഡലിസം ആണ്. വാൻഡലിസം മീൻസ് ഇന്റൻഷനലി ഡാമേജിങ് അനദേഴ്സ് പ്രോപ്പർട്ടി ആൻഡ് ഇൻക്ലൂഡ്സ് ദ ഡിസ്ട്രക്ഷൻ ഓർ ഡിസ്റപ്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ when a network service is disrupted and സ്റ്റോപ്ഡ്. അതായത് ഇന്റൻഷനലി മനഃപൂർവ്വം കരുതി കൂട്ടി ഒരാളുടെ ഡാറ്റയെ കമ്പ്യൂട്ടറിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നതിനെയാണ് സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് ഹാക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ സമ്മതപ്രകാരമല്ലാതെ ഹാക്ക് ചെയ്യുന്നതാണ് ഹാക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല ടൈപ്പ് ഓഫ് ഹാക്കിംഗ് ഉണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ടാവും, അതിൽ പ്രശ്നം ഉണ്ടാവില്ല. അതർവൈസ് എല്ലാ ഹാക്കിംഗ് ആണ് ഇവിടെ ക്രൈം ആയിട്ട് പറയുന്നത്. ദെൻ ട്രാൻസ്മിറ്റിംഗ് വൈറസസ്, നമ്മൾ എന്തെങ്കിലും പെൻഡ്രൈവിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലൊരു ക്ലിക്ക് മതി നമ്മൾ സിസ്റ്റം മൊത്തം വൈറസസ് പകരാനൊക്കെ. സോ അത്തരത്തിൽ വൈറസസ് സ്പ്രെഡ് ചെയ്യുന്നതും. സൈബർ ട്രെസ്പാസ് പറയുന്നുണ്ട്. ട്രെസ്പാസ് പറയുമ്പോൾ അക്സസിങ് ഇൻ ടു കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് ഓഫ് സമ്മൺ വിത്തൗട്ട് എനി റൈറ്റ് ഓർ അതോറിറ്റി ഓഫ് ദ ഓണർ. അതായത് ഒരാളുടെ സമ്മതം, അതുകൊണ്ട് ഓണറിന്റെ സമ്മതോ എന്താണ് പെർമിഷൻ ഒന്നും ഇല്ലാതെ അവരുടെ ഇതിലേക്ക് അസസ് എടുത്തിട്ട് ദെൻ അതിനെ അൾട്ടർ ചെയ്യേ, മിസ്യൂസ് ചെയ്യേ, ഡിസ്റ്റർബ് ചെയ്യേ, ഡാമേജ് ചെയ്യേ, ഡിലീറ്റ് ചെയ്യേ, എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെയാണ് സൈബർ ട്രെസ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൈബർ ക്രൈംസ് ഇത്രയുമാണ്. ഇനി സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെന്റ് പറയുന്നത് സൈബർ ടെററിസം പറയുന്നുണ്ട്, സൈബർ വാർഫെയർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിന്റഡ് സോഫ്റ്റ്വെയർ, പൊസഷൻ ഓഫ് അൺഓതറൈസ്ഡ് ഇൻഫർമേഷൻ. നമുക്ക് ഗവൺമെന്റിന്റെ എല്ലാ ഇൻഫർമേഷനും പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അവരുടെ സമ്മതമില്ലാതെ നമ്മൾ നുഴഞ്ഞു കയറി എടുക്കുന്നത്, നമ്മളെന്നല്ല ആരാണോ നുഴഞ്ഞു കയറി എടുക്കുന്നത്, ഇതൊക്കെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെന്റ് ആണ്. അതുപോലെ സെയിൽ ഓഫ് ഇല്ലീഗൽ ആർട്ടിക്കിൾസ് ലൈക്ക് നാർക്കോട്ടിക്സ്, വെപ്പൺസ്, വൈൽഡ് ലൈഫ് ഒക്കെ ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെയൊക്കെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതെല്ലാം സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് സൊസൈറ്റി ആണെങ്കിൽ ഇതെല്ലാം സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ചൈൽഡ് പോർണോഗ്രഫിയും ഫിനാൻഷ്യൽ ക്രൈംസും ഫോർജറി പറയുമ്പോൾ വ്യാജം എന്നുള്ളതാണ്. ഡിസീവിംഗ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ബൈ സെൻഡിങ് ത്രെറ്റനിങ് ഇമെയിൽ സിൻസ് ഓൺലൈൻ ബിസിനസ് പേയ്മെന്റ്സ് ആർ ദ നോർമലി ലൈഫ് സ്റ്റൈൽ റിക്വയർമെന്റ് ഓഫ് ടുഡേ. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നമുക്ക് നോർമലാണ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഇത്തരം ഈ ഒരു സിറ്റുവേഷനിൽ കുറെ വ്യാജന്മാർ വന്നിട്ട് നമ്മളെ ഡാറ്റ അല്ലെങ്കിൽ പൈസയൊക്കെ സ്റ്റീൽ ചെയ്യുന്നതിനൊക്കെയാണ് ഫോർജറി എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പേഴ്സൺ, എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, എഗെയിൻസ്റ്റ് ഗവൺമെന്റ് ആൻഡ് എഗെയിൻസ്റ്റ് സൊസൈറ്റി ആയിട്ട് വരുന്നത്.
സോ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.